ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവനുള്ളവയുടെ സ്വഭാവങ്ങളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായ ഗ്രോത്ത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു. രണ്ടാമത്തേത് നോക്കൂ, റീപ്രൊഡക്ഷനാണ്. എന്താണ് ഈ റീപ്രൊഡക്ഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റീപ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് സിമിലർ ടു ദെയർ പേരൻസ്. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്, പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, സിമിലർ ടു ദ പേരൻസ്. പേരൻസുമായിട്ട് എന്ത് വേണം? സിമിലാരിറ്റീസ് വേണം, സാദൃശ്യം വേണം. അത് മോർ ഓർ ലെസ് ആകാം. ചിലപ്പോൾ സിമിലാരിറ്റീസ് കൂടാം, ചിലപ്പോൾ സിമിലാരിറ്റീസ് കുറയാം. എനിവേ സിമിലർ ടു ദ പേരൻസ് ആയിരിക്കണം. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണ്? റീപ്രൊഡക്ഷൻ മീൻസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് സിമിലർ ടു ദെയർ പേരൻസ്. ഇനിയും റീപ്രൊഡക്ഷൻ രണ്ട് തരമുണ്ട്. ഒന്ന് നോക്കൂ, സെക്സ്വൽ റീപ്രൊഡക്ഷനാണ്. രണ്ട് അസെക്സ്വൽ റീപ്രൊഡക്ഷനാണ്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ two individuals are involved in the reproduction. അപ്പം അവിടെ രണ്ട് ഇൻഡിവിജ്വൽസാണ് പങ്കെടുക്കുന്നത്. ഒന്ന് മെയിൽ ഇൻഡിവിജ്വലും മറ്റേത് ഫീമെയിൽ ഇൻഡിവിജ്വലും. അപ്പം മെയിൽ ഇൻഡിവിജ്വല് മെയിൽ ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഇൻഡിവിജ്വല് ഫീമെയിൽ ഗമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, പുതിയ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നു. അപ്പോഴും റീപ്രൊഡക്ഷനെ നമ്മൾ സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഗമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന റീപ്രൊഡക്ഷനാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന റീപ്രൊഡക്ഷൻ. മെയിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽസുമുണ്ട്, ഫീമെയിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽസുമുണ്ട്. അപ്പോൾ ടു ഇൻഡിവിജ്വൽസ് ആർ ഇൻവോൾവ് ഇൻ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് മെയിൽ പ്രൊഡ്യൂസ് മെയിൽ ഗമേറ്റ്, ഫീമെയിൽ പ്രൊഡ്യൂസ് ഫീമെയിൽ ഗമേറ്റ്സ്. ഇത് നോക്കൂ, അസെക്സ്വൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്താ? only one parent is involved. അവിടെ ഒരു പേരൻ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അസെക്സ്വൽ റീപ്രൊഡക്ഷൻ. അതേപോലെ അസെക്സ്വൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിരിക്കും. പക്ഷേ സെക്സ്വൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സുകൾ എന്തായിരിക്കാം? ജനറ്റിക്കലി ഡൈവേഴ്സ് ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വ്യത്യാസമുണ്ട്. സെക്സ്വൽ റീപ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സുകൾ തമ്മിൽ എന്തുകൊണ്ട്? വ്യത്യാസമുണ്ട്. പക്ഷേ അസെക്സ്വലിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസുകളെല്ലാം ഒരേപോലെയാണ്. ദേ ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കലാണ്. അതാണ് അസെക്സ്വലിൻ്റെ പ്രത്യേകത. അസെക്സ്വൽ റീപ്രൊഡക്ഷന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഫഞ്ചൈ. നിങ്ങൾ കേട്ട് കാണും ഫംഗസ് എന്ന് പറയുന്ന പൂപ്പൽ പോലെയുള്ള ജീവികൾ. ഈ ഫംഗസ് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ഫംഗസ് ആകുന്നത്
മില്യൺസ് ഓഫ് അസെക്ഷൽ സ്പോൾസുകൾ വഴിയാണ്. എന്താ സ്പോൾസ്? അതായത് നിങ്ങൾ നോക്കൂ, ഇത് ഫംഗസാണ്. ഈ ഫംഗസിൽ നിന്ന് കണ്ടോ ചെറിയ തരി പോലെയുള്ള കണികകൾ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ സ്പോൾസ് എന്നാണ് പറയുന്നത്. SPORES, സ്പോൾസ്. ഈ സ്പോൾസുകൾ ഓരോന്നും പുതിയ ഫംഗസായി മാറും. സ്പോൾസുകൾ ഉണ്ടാകുന്നു, ആ സ്പോൾസുകൾ പുതിയ ഫംഗസായി ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെയാണ് ഫംഗസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സ്പോൾസ് വഴിയാണ്. ഇനിയും ഇതേപോലെ ഹൈഡ്ര ഉണ്ട്. ഹൈഡ്ര നമുക്കറിയാവുന്ന ഓർഗാനിസംസാണ് ഹൈഡ്ര. ഈ ഹൈഡ്രയിൽ ചെറിയ ബഡ് ഫോം ചെയ്യും. കണ്ടോ, ചെറിയ ബഡ്. ആ ബഡ് പതുക്കെ പതുക്കെ വലുതായി അത് പേരൻ്റ് ഹൈഡ്രയിൽ നിന്ന് അടർന്നു മാറി ഒരു പുതിയ ഓർഗാനിസംസായി മാറും. ഇതിനെ നമ്മൾ ബഡിങ് എന്ന് പറയുന്നത്. BUDDING. ഇത് ഹൈഡ്രയിലും അതേപോലെ ഈസ്റ്റിലും ഒക്കെ കാണുന്നതാണ്. ഈസ്റ്റിലും ഒക്കെ കാണുന്നതാണ് ഈ ബഡ് ഫോം ചെയ്ത്. ആ ബഡിൽ നിന്ന് പുതിയൊരു ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യും. ഇതും അസെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ്. നെക്സ്റ്റ് പ്ലനേറിയ. പരന്ന വിര, ഫ്ലാറ്റ് വർംസ്. ഈ പ്ലനേറിയ പുതിയ ജനറേഷനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നോക്കൂ, ഒരു പ്ലനേറിയ പല ഫ്രാഗ്മെൻറ്റുകളായി മാറും. ഇപ്പോൾ 2 or 3 ഫ്രാഗ്മെൻറ്റ്സുകളായി മാറും. ഇതിപ്പോൾ തല ഭാഗം, നടുവിലത്തെ ഭാഗം, പിന്നെ ആ ടെയിൽ ഭാഗം, അങ്ങനെ 3 പീസാകുന്നു. കണ്ട, ഇതിൽ ഈ തല ഭാഗത്ത് ബാക്കിയുള്ള ഭാഗം റീജനറേറ്റ് ചെയ്ത് പുതിയൊരു പ്ലനേറിയ ഫോം ചെയ്യും. ഇപ്പോൾ ഏത് ഭാഗമാണോ നഷ്ടമായത് ആ ഭാഗം എന്തോ ചെയ്യും, രണ്ടാമത് റീജനറേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസംസായി മാറും. തലഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗം എന്തോ ചെയ്തു, പുതിയതായി റീജനറേഷൻ ചെയ്ത് ഉണ്ടായി. ഇതേപോലെ നടുവിലത്തെ ഭാഗം കണ്ടോ, നടുവിലത്തെ ഭാഗം ഇങ്ങോട്ട് നോക്കൂ, ആ ഭാഗം തലഭാഗവും വാൽഭാഗവും ഉണ്ടായി പുതിയ ഓർഗാനിസമായി മാറി. ഇനി നോക്കൂ, വാൽഭാഗത്തിന് എന്തോ ആയി, ആ നടുവിലത്തെ ഭാഗവും തലയിൽ ഫോം ചെയ്ത് ഒരു പുതിയ ഓർഗാനിസംസായി മാറി. ഇത് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്ലനേറിയ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സുകൾ ആയി മാറുന്നു. ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും പുതിയ ഒരു പ്ലനേറിയ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് പറയും, റീജനറേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കാണുന്നതാണ്, പല്ലിയുടെ വാല് പോയാൽ പുതിയ വാല് ഫോം ചെയ്യപ്പില്ലേ, അതേപോലെ തന്നെ ഏത് ഭാഗമാണോ നഷ്ടമാകുന്നത് ആ ഭാഗം എന്ത് ചെയ്യുന്നു, പുതിയതായി ഉണ്ടാകുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. അതേപോലെ ചില ഫംഗസുകൾ, ചില ഫിലമെൻ്റസ് ആൽഗകൾ, അതേപോലെ ചില മോസ് ഭാഗങ്ങൾ. പൊട്ടോലിമ മീൻസ് ചെറിയ ഫിലമെൻറ്റ്സ് ഓഫ് മോസസ് ആണ്. അപ്പോൾ ചില ഫംഗസുകൾ, ചില ആൽഗകൾ, ചില മോസസുകൾ, ഇവയെല്ലാം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് ചില ഫംഗസുകളും ചില മോസസുകളും ചില ആൽഗകളും ഒക്കെ എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ചെറിയ ഭാഗങ്ങൾ മുറിഞ്ഞു പോകുന്നു, ആ ഭാഗം നഷ്ടമായ ഭാഗം ഉണ്ടാക്കുന്നു.
ഇപ്പോൾ ഈ അമീബയിൽ, അതേപോലെ തന്നെ ബാക്ടീരിയയിൽ, അതേപോലെ യൂണിസെല്ലുലർ ആൽഗയൊക്കെ നോക്കുമ്പോൾ നോക്കൂ, റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? സിനോണിമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷനും ഗ്രോത്തും തമ്മിൽ നല്ല സാമ്യമുണ്ട്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ആണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അമീബ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? രണ്ട് ഡോട്ടർ സെൽസുകൾ ഫോം ചെയ്തു. ഒരു അമീബ ആദ്യം ന്യൂക്ലിയസ് ഡിവിഷൻ നടന്നു, അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു, അങ്ങനെ രണ്ട് സെൽസ് ഫോം ചെയ്തു. അപ്പോൾ ഇതിൽ എന്ത് നടന്നു? നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്തു. ഈ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗ്രോത്തുമായിട്ട് ബന്ധമുള്ള സംഗതിയാണ്, അല്ലേ? അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും എന്താണ്? തമ്മിൽ ഒരേപോലെയാണ്, സിനോണിമസ് ആണ്. അതാണ് ഇവിടെ ഈ യൂണിസെല്ലുലർ ഓർഗാനിസംസിലെ ബാക്ടീരിയയിലും അമീബയിലും ഒക്കെ നമ്മൾ കാണുന്നത്. ബാക്ടീരിയയും അതേപോലെ തന്നെ രണ്ടെണ്ണമായി മാറുന്നു. അവിടെ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസാണ് നടക്കുന്നത്. അത് ഗ്രോത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്, അല്ലെ സാമ്യമുണ്ട്, സിനോണിമസ്, നല്ല സാമ്യമുണ്ട്. അപ്പോൾ ഇത് ഓർത്തുകൊള്ളുക. ഒരു ബാക്ടീരിയയിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടാകുന്നത് എങ്ങനെ? ഒരെണ്ണം മുറിഞ്ഞാണ് രണ്ടെണ്ണമായി മാറുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? സെൽ നമ്പർ കൂടുന്നു, അല്ലേ? അപ്പോൾ നോക്കൂ, ഇത് ഗ്രോത്ത് ആണോ അതോ ഇത് റീപ്രൊഡക്ഷൻ ആണോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടില്ലേ? ഇനി ചില ഓർഗാനിസംസ് നമ്മൾ നോക്കുമ്പോൾ വിച്ച് ഡു നോട്ട് റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മ്യൂൾസ്. എന്താണ് മ്യൂള്? അതായത് ഒരു മെയിൽ ഡോങ്കയും ഒരു ഫീമെയിൽ ഹോഴ്സും തമ്മിൽ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഇൻഡിവിജ്വലാണ് മ്യൂള്. അപ്പോൾ ഈ മ്യൂളിന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നോക്കൂ, രണ്ട് ഡിഫറൻറ്റ് സ്പീഷീസുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് ഉണ്ടാകുന്ന ജീവിയെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത അവ എന്തായിരിക്കാം? സ്റ്റെറൈലായിരിക്കാം. അവ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. സ്റ്റെറൈൽ മീൻസ് നോട്ട് കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അത് ഉദാഹരണമാണ് മ്യൂള്. ഒരു മെയിൽ ഡോങ്കി ഒരു ഫീമെയിൽ ഹോഴ്സുമായിട്ട് ഉണ്ടാകുന്നതാണ് മ്യൂള്. അതേപോലെ നമുക്കറിയാം, മെയിൽ ഹോഴ്സും ഫീമെയിൽ ഡോങ്കിയുമായിട്ട് ഫോം ചെയ്യും. അതിന് ഒരു പേര് പറയും, ഡയറക്റ്റ് ഹിന്നി, HINNY, ഹിന്നി. അതേപോലെ വർക്കേഴ്സ്, എന്താ വർക്കേഴ്സ്? ഹണി ബീയിലെ വർക്കേഴ്സ് ഇല്ലേ, അതിനും റീപ്രൊഡ്യൂസ് ചെയ്യപ്പില്ല. പിന്നെ ഇൻഫർട്ടൈൽ കപ്പിൾസുകൾ, ഹ്യൂമൻ കപ്പിൾസുകൾ അല്ലേ, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റാത്ത കപ്പിൾസുകളല്ലേ, ഇതെല്ലാം എന്താണ്? ഓർഗാനിസംസ് വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അപ്പം അതുകൊണ്ട് നമുക്ക് റീപ്രൊഡക്ഷനെ cannot be an all-inclusive defining characteristic of living organisms എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ഇങ്ങനെ ഓർഗാനിസംസുകൾ റീപ്രൊഡക്ഷൻ ഇല്ലാത്തവയുമുണ്ട്. എല്ലാ ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യപ്പില്ല. ജീവനുള്ള എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യപ്പില്ല. അപ്പം അതുകൊണ്ട് റീപ്രൊഡക്ഷനെ cannot be taken as a defining property of living organisms. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല.
ഹൈഡ്രയിൽ ബഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. പുതിയ ഹൈഡ്ര ഫോം ചെയ്തു. കണ്ടോ ഈസ്റ്റിൽ പുതിയ ബഡ് ഫോം ചെയ്ത് പുതിയ ഓർഗാനിസംസുകൾ ഫോം ചെയ്യുന്നു. ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന സെൽ ഡിവിഷനാണ്. ബാക്ടീരിയയിൽ നടക്കുന്ന സെൽ ഡിവിഷൻ. ഈ മ്യൂളിനെ നമ്മൾ കോവർ കഴുത എന്ന് പറയുന്നത്. ജീവനുള്ളവയുടെ മൂന്നാമത്തെ സ്വഭാവം മെറ്റബോളിസം. എന്താ മെറ്റബോളിസം? Some total of all the chemical reactions occurring in our body is called metabolism. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ധാരാളം റിയാക്ഷൻസ് നടക്കാറുണ്ട് അല്ലേ? ഇഷ്ടംപോലെ റിയാക്ഷൻസുകൾ. എക്സാമ്പിൾസ് ഇപ്പോൾ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നു, ലിപ്പിഡ്സ് ഫോം ചെയ്യുന്നു അല്ലേ? എല്ലാ റിയാക്ഷൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുമുണ്ട്. ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെ എല്ലാം കൂടെ പറയുന്ന പേരാണ് മെറ്റബോളിസം. തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓരോ ജീവികളുടെ ഉള്ളിലും നടക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം ജീവനില്ലാത്തവയിൽ കാണാറില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ മെറ്റബോളിസം നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഇൻ ഓൾ ലിവിങ് ഓർഗാനിസംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആക്ച്വലി 3 പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ, 4ാമത്തെ എന്താണ്? 4 സെല്ലുലാർ ഓർഗനൈസേഷൻ, അതായത് കോശഘടന. അപ്പോൾ യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിലും ദേ ആർ മേഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. ശരിയല്ലേ? ഒന്നോ അതിൽ കൂടുതലോ സെൽസുകൾ വെച്ചാണ് യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണെങ്കിലും ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അത് ജീവനുള്ളവയുടെ സ്വഭാവമാണ്. ജീവനില്ലാത്തവയിൽ സെല്ല് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ല. അപ്പോൾ സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജീവനുള്ളവരുടെ സ്വഭാവമാണ് എന്ത്? സെല്ലുലാർ ഓർഗനൈസേഷൻ. പിന്നാണ് 4ാമത്തെ പ്രോപ്പർട്ടി, സെല്ലുലാർ ഓർഗനൈസേഷൻ അഥവാ കോശഘടന. ഏത് ഓർഗാനിസംസ് ആണെങ്കിലും, അത് യൂണിസെല്ലുലാർ ഏകകോശജീവിയാണെങ്കിലും ബഹുകോശജീവിയാണെങ്കിലും, അത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ത് വെച്ചാണ്? സെൽസ് വെച്ചാണ്. അതിന് നമ്മൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. എന്താ കോൺഷ്യസ്നെസ്? ബോധം. എല്ലാ ജീവജാലങ്ങൾക്കും ഈസ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിനെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ദേ റെസ്പോണ്ട് ടു ദിസ് എൻവയോൺമെൻ്റൽ സ്റ്റിമുലൈ. പ്രതികരിക്കാൻ പറ്റും, ചുറ്റുപാടിലെ ഉത്തേജനങ്ങളോട് പ്രതികരിക്കാൻ പറ്റും ലിവിങ് ഓർഗാനിസത്തിന്. അപ്പം അത് ഒരു വലിയ പ്രോപ്പർട്ടിയാണ്.
ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ നോക്കൂ. സെൻസ് ദ എൻവയോൺമെൻറ്റ് ത്രൂ സെൻസ് ഓർഗൻസുകൾ. ശരിയല്ലേ? കണ്ണ് നമ്മൾ കാണാൻ ഉപയോഗിക്കുന്നില്ലേ? സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇയേഴ്സ് അതേപോലെ ടേസ്റ്റ് ചെയ്യാൻ ടങ് അല്ലേ? അതേപോലെ സ്മെല്ല് ചെയ്യാൻ മൂക്ക്, അതേപോലെ നമ്മുടെ തൊലി സ്കിന്ന് സെൻസ് ചെയ്യാൻ പറ്റും ചില റിസപ്റ്റേഴ്സുകൾ. ഇപ്പോൾ ചൂട്, തണുപ്പ്, ഇതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മുടെ ബോഡിയിലെ പല ഓർഗൻസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സെൻസ് ഓർഗൻസ് വഴി ഹ്യൂമൻ ബീയിങ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെൻസ് ദ എൻവയോൺമെൻറ്റ്, ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ? സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും പ്ലാന്റ്സ് എടുത്ത് നോക്കൂ. പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. പ്ലാന്റ്സിൽ plants respond to external factors like water, light, temperature, etc. അല്ലേ? വെളിച്ചം ഉള്ള ഭാഗത്തേക്ക് പ്ലാന്റ് വളർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അല്ലേ? ഇപ്പോൾ തൊട്ടാവാടി നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇല വാലും. ഇതൊക്കെ എന്താണ്? റെസ്പോൺസാണ്, ഓർഗാനിസത്തിൻ്റെ റെസ്പോൺസാണ്. ഏത് ഓർഗാനിസംസ് ആയാലും എന്ത് ചെയ്യാൻ പറ്റും? സെൻസ് ചെയ്യാൻ പറ്റും. അല്ല, പ്ലാന്റ്സിൻ്റെ ഫോട്ടോട്രോപിക് മൂവ്മെൻറ്റ്സുകൾ ഇതാണ് എൻവയോൺമെൻ്റൽ സ്റ്റിമുലായി റെസ്പോണ്ട് ചെയ്യുന്നത്. സൂര്യപ്രകാശം ഉള്ള ഭാഗത്തേക്ക് വളർന്നു പോകും അല്ലേ? അതിൻ്റെ തണ്ട് അത് നോക്കിയാൽ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ നോക്കാം. നോക്കൂ, എന്താണ് റീപ്രൊഡക്ഷൻ? It refers to the production of progeny possessing features more or less similar to those of parents. ശരിയല്ലേ? പേരൻസുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള പ്രോജനിയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ പറയാം? റീപ്രൊഡക്ഷൻ എന്ന് പറയാം. 2 types ഓഫ് റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും മറ്റൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻസുകളും. നോക്കൂ, എക്സാമ്പിൾസുകളാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസുകൾ. എന്താ സെക്ഷൽ എന്ന് നമുക്കറിയാം? 2 പേരൻസ് ഇൻവോൾവ് ചെയ്യുന്നത്. അസെക്ഷൽ മീൻസ് ഒരു പേരൻ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കൂ അസെക്ഷലിൻ്റെ. ഒന്ന്, ഫംഗി മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി ഡ്യൂ ടു അസെക്ഷൽ സ്പോൾസുകളാണ്. അപ്പോൾ ചില ഫംഗീസുകൾ ചെറിയ സ്പോൾസ് പോലെയുള്ള കണികകളെ ഉൽപ്പാദിപ്പിച്ചാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഈസ്റ്റും ഹൈഡ്രയും.
ബഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അത് നിങ്ങൾ കണ്ടു. ഇനി ഫ്ലാറ്റ് വർംസുകൾ, പരന്ന വിരകൾ, പ്ലനേറിയ എക്സാമ്പിളാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് റീജനറേഷൻ വഴിയാണ്. അത് നിങ്ങൾ കണ്ടു. എന്താ റീജനറേഷൻ എന്ന്? ഏതെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ ആ ഭാഗം എന്ത് ചെയ്യും? പുതിയതായി ഉണ്ടാകും. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ അല്ലേ, അല്ലെങ്കിൽ റീജനറേഷൻ. ദെൻ ചില ഫംഗസുകൾ, ചില ആൽഗകൾ, ചില മോസസുകൾ, ഇതുപോലെയുള്ള ഓർഗാനിസംസുകൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് അതെന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ഓർഗാനിസംസുകൾ ഉണ്ടാകുന്നത്. Next, why reproduction cannot be considered as a defining property of living organisms? നമുക്ക് ഒന്ന്, ബാക്ടീരിയ ആയാലും ആൽഗ ആയാലും അമീബ ആയാലും എന്താണ്, റീപ്രൊഡക്ഷനും ഗ്രോത്തും തമ്മിൽ എന്തുകൊണ്ട് നല്ല സിനോണിമസ് ആയിട്ടുള്ള ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് ആണ് റീപ്രൊഡക്ഷനിലും ഗ്രോത്തിലും പല ഓർഗാനിസത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ബാക്ടീരിയ നോക്കിയാലും അമീബ നോക്കിയാലും ഒക്കെ എന്താണ്, നമ്പർ ഓഫ് സെൽസ് വർദ്ധിക്കുന്നു അല്ലേ റീപ്രൊഡക്ഷനിൽ. അതേ പ്രോസസ്സ് തന്നെയാണ് ഗ്രോത്തിൽ നടക്കുന്നത്. ഇവ തമ്മിൽ എന്തുകൊണ്ട് ഒരു സിനോണിമസ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രോത്താണോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനാണോ എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ there are many organisms which do not reproduce അല്ലേ, കോവലുകളുടെ ആയാലും സ്റ്റെറൈൽ വർക്കേഴ്സുകളായാലും അതേപോലെ ഇൻഫർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസുകൾ ഒന്നും എന്തില്ല, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ജീവനുള്ളവയിലും എന്തുണ്ട്, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തവയുണ്ട്. അതുകൊണ്ട് റീപ്രൊഡക്ഷനെ നമുക്ക് കനോട്ട് ബി അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ജീവനുള്ളവയുടെ സ്വഭാവമാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നോക്കൂ, മെറ്റബോളിസം. എന്താ മെറ്റബോളിസം? It is the sum total of all the chemical reactions occurring in our body. അല്ലേ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂടാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസുകൾ ഒക്കറിങ് സൈമൾട്ടേനിയസ്ലി ഒന്നിച്ചെന്നാണ് ഇൻസൈഡ് ഓൾ ലിവിങ് ഓർഗാനിസംസുകൾ. എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധമുള്ള റിയാക്ഷൻസുകൾ നടക്കുന്നുണ്ട്. ഇനി നോക്കൂ, മെറ്റബോളിസം ഈസ് കൺസിഡേർഡ് as a defining feature of all living organisms. Justified statement. എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിനെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ലിവിങ് ഓർഗാനിസത്തിൽ? ജസ്റ്റിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ജീവനുള്ളവയുടെ സ്വഭാവമായിട്ട് മെറ്റബോളിസത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുക ആണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നോൺ ലിവിങ് ഒബ്ജക്ട്സ് എക്സിബിറ്റ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോൺ ലിവിങ് ഒബ്ജക്ട്സുകൾ പോലും എന്തില്ല, മെറ്റബോളിസംസുകൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസുകൾ അതിനകത്ത് നടക്കുന്നില്ല. ഇനി അതേപോലെ metabolic reactions can be demonstrated outside the body in cell free systems. എന്ന് വെച്ചാൽ എന്താണ്,
സാധാരണഗതിയിൽ മെറ്റബോളിക് റിയാക്ഷൻസുകൾക്ക് നടക്കുന്നത് സെല്ലിനകത്ത് വെച്ചാണ്. പക്ഷെ നമുക്ക് സെല്ലിന് പുറത്ത് ഒരു ഫ്രീ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സ്റ്റാർച്ച് അല്ലെങ്കിൽ കഞ്ഞികൾ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉമിനീര്, നമ്മുടെ വായിലെ തുപ്പൽ, ആ ഉമിനീര് കുറച്ച് എന്തോ ചെയ്യുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചാണ്. ഉമിനീരിൽ എന്തോ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ ദഹിപ്പിക്കുന്ന എൻസൈംസ് ഉണ്ട്. അതിൻ്റെ പേരാണ് സലൈവറി അമലേസ്. ഈ സലൈവറി അമലേസ് എന്ത് ചെയ്യും, സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് മാൾട്ടേസ് ആക്കി മാറ്റും. വേറൊരു ഫോമാണ്, മാൾട്ടേസ് ആക്കി മാറ്റും. ഇത് ഔട്ട്സൈഡ് ദ സെല്ലിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലബോറട്ടറി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഓർ ഔട്ട്സൈഡ് ആൻ ഓർഗാനിസംസ്. ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ മീൻ ഔട്ട്സൈഡ് ഓഫ് ബോഡി, അല്ലെങ്കിൽ ലാബിനെ നമ്മൾ ഇൻ വിട്രോ എന്ന് പറയുന്നത്, ബോഡിയൊക്കെ പുറത്തുള്ളതിനെ നമ്മൾ ഇൻ വിട്രോ. ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ്. ഇപ്പം ജീവനുള്ളവയിൽ അകത്തല്ലാതെ പുറത്ത് നമുക്ക് ലബോറട്ടറിയിൽ വെച്ചും ഇതേപോലെയുള്ള റിയാക്ഷൻസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഹെൻസ് metabolism is considered as a defining feature of living organisms. ഇപ്പോൾ ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് മെറ്റബോളിസത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു നോൺ ലിവിങ് ഓബ്ജക്റ്റിൽ പോലും മെറ്റബോളിസം നടക്കാറില്ല. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് മെറ്റബോളിസത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ളത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം. ഓൾ ഓർഗാനിസംസ് ഫ്രം ദ പ്രോകര്യോട്ടുകൾ, ലവർ ഫോംസുകളാണ് പ്രോകര്യോട്ടുകൾ. ദ മോസ്റ്റ് കോംപ്ലക്സ് യൂകര്യോട്ടുകൾ, അഡ്വാൻസ്ഡ് ഗ്രൂപ്പിനെ നമ്മൾ യൂകര്യോട്സുകൾ. ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെൻ്റൽ സ്റ്റിമുലസ്. ഏത് ഓർഗാനിസംസ് എടുത്താലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ദെയർ എൻവയോൺമെൻറ്റ്, അല്ലേ? ദെൻ പ്ലാന്റ്സുകൾ റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസംസ്, പൊല്യൂട്ടൻസ് എക്സെട്ര. ശരിയല്ലേ? ഒരു പ്ലാന്റ്സിന് പല ഫാക്ടേഴ്സിനോടും റെസ്പോണ്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കറിയാം, റൂട്ട്സ്, വേരുകൾ പോകുന്നത് വെള്ളമുള്ള ഭാഗത്തേക്കാണ്. അതേസമയം ലൈറ്റുള്ള ഭാഗത്തേക്ക് അതിൻ്റെ ഷൂട്ട് സിസ്റ്റം പോകുന്നു, അല്ലേ? അപ്പം അതേപോലെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യാറുണ്ട്. പൊല്യൂട്ടൻസുകൾ അത് പ്ലാന്റ്സിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ എന്താണ്, കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ്, അല്ലേ? ദെൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ദെൻ വി സെൻസ് അവർ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സുകളൊക്കെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് സെൻസ് ഓർഗൻസുകൾ വെച്ചിട്ടാണ്, ജ്ഞാനേന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ്, അല്ലേ? കണ്ണ്, മൂക്ക്, വായ്, നാക്ക്, ഇതെല്ലാം നമ്മൾ സെൻസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെയല്ലേ? വി സെൻസ് അവർ എൻവയോൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചല്ലേ നമ്മൾ എൻവയോൺമെൻറ്റുമായി നമ്മൾ സെൻസ് ചെയ്യുന്നത്. ദെൻ ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹൂ ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. സ്വബോധമുള്ള ഏക ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സാണ്. അതിനാൽ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഏക ജീവി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ ലിവിങ്ങിൽ കോൺഷ്യസ്നെസ് കാണാൻ പറ്റുമോ? ഇല്ല. So consciousness therefore becomes the defining property of living organisms. ഇതാണ് ജീവനുള്ളവയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നോക്കണം.
എന്തൊക്കെയാണ് ജീവനുള്ളവയുടെ സ്വഭാവങ്ങൾ എന്ന് നോക്കുക. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്റ്, ദെൻ മെറ്റബോളിസം, ദെൻ സെല്ലുലാർ ഓർഗനൈസേഷൻ, ദെൻ കോൺഷ്യസ്നെസ്. ഇത് നോട്ടാണ്, അപ്പോൾ ഇത് നോക്കണം.